നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇപ്പോൾ നടക്കുന്ന വിദേശ സന്ദർശനത്തിലെ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു വിവാദമാക്കാൻ പലരും ശ്രമിച്ചത് നോർവേയിൽ വെച്ച് ഒരു യുവ മാധ്യമ പ്രവർത്തക പ്രധാനമന്ത്രിയോട് ചോദ്യം ചോദിച്ചതും അദ്ദേഹം അത് കേൾക്കാത്ത ഭാവത്തിൽ ഇറങ്ങിപ്പോയതുമാണ്. അത് പ്രധാനമന്ത്രിയെ ആക്രമിക്കാനുള്ള ഒരു ആയുധമാക്കി പലരും ഇവിടെ എടുത്തിട്ടുണ്ട്. പക്ഷേ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ആക്രമണത്തെയോ അല്ലെങ്കിൽ ആ ചോദ്യം ചോദിച്ചതിനെയോ പ്രധാനമന്ത്രി മറുപടി പറയാത്തതിനെയോ അല്ലെങ്കിൽ അതിനുശേഷം ഭാരതത്തിൻ്റെ വിദേശകാര്യ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ മലയാളി കൂടിയായ ശ്രീ സിബി ജോർജ് അതിന് നൽകിയ മറുപടിയെക്കുറിച്ചോ അല്ല പറയാൻ വരുന്നത്. ഈ പെൺകുട്ടി ഈ ചോദ്യം ചോദിച്ചതിൻ്റെ പിന്നിലെ സംഭവങ്ങളെക്കുറിച്ചാണ്. ഇത് എൻ്റെ സഹോദരൻ കൂടിയായ ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയതുപോലെ ഇതൊരു കൊട്ടേഷൻ ആക്രമണം ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായി ഒരു കൊട്ടേഷൻ ആക്രമണം ആയിരുന്നുവെന്ന് കുറച്ച് പിന്നിലേക്ക് ആഴത്തിൽ ഈ വിഷയം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതെങ്ങനെയാണ് എന്ന് അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്യും. അതാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. ഒന്ന്, ഈ പെൺകുട്ടിയുടെ ഈ ചോദ്യം വിഷയം എന്താണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. നോർവേയിൽ പത്രസമ്മേളനം ഇല്ലായിരുന്നു. അവിടെ പ്രധാനമന്ത്രി ഔദ്യോഗിക ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ബ്രീഫിങ്ങിൽ എത്തിയതാണ്. ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമല്ല, ലോകത്തെ ഏത് വിദേശ രാജ്യത്ത് ഏത് ഭരണാധികാരി സഞ്ചരിച്ചാലും അവിടുത്തെ ഓരോ മിനിറ്റും ചാർട്ടഡാണ്. ആ ഓരോ മിനിറ്റിലും കൃത്യമായി എന്താണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരിൽ നിന്ന് ചോദ്യം എടുക്കാനും അല്ലെങ്കിൽ അതിന് മറുപടി പറയാനുമുള്ള സാധ്യതയോ സമയമോ ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള അവസരവും ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ തന്നെ അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സാധ്യതയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചാർട്ട് ചെയ്യപ്പെടാത്തിടത്താണ് ഈ പെൺകുട്ടി ചാടിക്കയറി ഈ ചോദ്യം ചോദിച്ചതും പ്രധാനമന്ത്രി അതിനെ അവോയ്ഡ് ചെയ്തു. യഥാർത്ഥത്തിൽ നിങ്ങൾ മറ്റൊന്ന് ആലോചിക്കുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞ കൊട്ടേഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ വേറൊന്ന് ആലോചിക്കുക. ഇപ്പോൾ ഭാരതത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു വിദേശ ഭരണാധികാരി ഭാരതത്തിൽ വരികയും ഇതുപോലെ ഒരു സന്ദർഭത്തിൽ ഭാരതത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകർ അത് കയറി ഇതുപോലെ ഒരു ചോദ്യം ചോദിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഉത്തരം പറയാനുള്ള സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ചാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതിന് ഭാരതത്തിൽ വെച്ച് ഈ പറയുന്ന വിദേശ ഭരണാധികാരിയെ അപമാനിക്കാൻ ശ്രമം നടന്നു, അത് ഭാരത സർക്കാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ഭാരതത്തിൻ്റെ സർക്കാരിന് നേരെ വിമർശിക്കാനായിരിക്കും അവർ ആ അവസരം ഉപയോഗപ്പെടുത്തുക. അത് സത്യവുമാണ്. കാരണം ഒരു പത്രസമ്മേളനം ചാർട്ട് ചെയ്യാത്തിടത്ത് ചാടിക്കയറി റോഡിലൂടെ പോകുമ്പോൾ മൈക്കോളർ കാണുന്ന ഉടനെ തന്നെ തിരിഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയക്കാരനല്ല ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. അല്ലെങ്കിൽ റോഡിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ തിരിഞ്ഞു നിന്ന് മറുപടി പറയേണ്ട ആളുമല്ല, അതും പ്രത്യേകിച്ചൊരു വിദേശ സന്ദർശനത്തിനിടയിൽ. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാത്രമല്ല ഭാരതത്തെ തന്നെ അപമാനിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാക്കാനും വേണ്ടി നടത്തിയ ഒരു ടൂൾ കിറ്റ് ആക്രമണമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇനി ഇതിൻ്റെ മറുവശം, അതായത് നമ്മൾ ഈ ചോദ്യം ആരോടെ ചോദിച്ചു? പ്രധാനമന്ത്രിയോട് ചോദിച്ചു. ആര് ഉത്തരം പറഞ്ഞു? പ്രധാനമന്ത്രി ഉത്തരം പറഞ്ഞില്ല. ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് വളരെ കൃത്യമായി ചിട്ടയോടുകൂടി വലിയൊരു മറുപടി തന്നെ കൊടുത്തു. അത്രയും വലിയ നീണ്ട മറുപടിയൊന്നും കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ചോദിച്ച ചോദ്യം അതുപോലെ പ്രകോപനപരമാണ്. അവർ ചോദിച്ചത് എന്താണ്? ഇന്ത്യയെ എന്തിന് ഞങ്ങൾ വിശ്വസിക്കണമെന്ന്. തിരിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. 140 കോടി ജനങ്ങളുള്ള ജനാധിപത്യ രാജ്യമാണ് ഭാരതം. ഭാരതത്തിൻ്റെ മനുഷ്യ വിഭവശേഷി തന്നെയാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം. ഭാരതത്തിൻ്റെ ഉയരുന്ന സാമ്പത്തിക ശക്തിയാണ് ഭാരതത്തിൻ്റെ നട്ടെല്ല്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭാരതത്തെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഭാരതത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ശ്രീ സിബി ജോർജിന് അതിനപ്പുറം പറയണം. കാരണം അദ്ദേഹം രോഷാകുലനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഇന്നത്തെ അത്യന്താധുനിക ഇന്ത്യയുടെ കരുത്തും ഒക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ കൃത്യമായ ഒരു മറുപടി കൊടുത്തു. അത് നന്നായി ഒരു അർത്ഥത്തിൽ നോക്കും. പക്ഷേ ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഇവർ വളരെ കൃത്യമായിട്ട് തന്നെ അജണ്ടയോടുകൂടി ചോദിച്ച ചോദ്യമാണ്. ഇനി
ഇത് ചോദ്യത്തിൻ്റെയും ആരോടെ ചോദിച്ചു, ആരുത്തരം പറഞ്ഞു, അതെല്ലാം നമ്മൾ പറഞ്ഞു. ഈ ചോദ്യകർത്താവിനെക്കുറിച്ചും ചോദ്യത്തിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ചും ആരാണ് ഈ ചോദ്യം ചോദിപ്പിച്ചതെന്നും നമ്മളൊന്ന് അറിയണ്ടേ? അതും നമ്മൾ അന്വേഷിക്കണമല്ലോ. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതാരും ചർച്ച ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാനൊരല്പം ഗവേഷണം നടത്തിയതാണ്. ഈ പെൺകുട്ടി ഹെല്ലേ ലിങ്, ഈ ഹെല്ലേ ലിങ്ങിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവരങ്ങനെ സ്ഥിരമായിട്ട് ട്വീറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല. 2024 അവർ ഏറ്റവും അവസാനം ട്വീറ്റ് ചെയ്തത്. 2024 ശേഷം 2 വർഷം കഴിഞ്ഞാണ് ഇന്നലെ ട്വീറ്റ് ഉണ്ടായത്. അന്ന് അവർക്ക് വെറും 800 ഫോളോവേഴ്സായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് അവരുടെ ഫോളോവേഴ്സ് വർദ്ധിച്ചു. അവർ പെട്ടെന്ന് ലൈം ലൈറ്റിലേക്ക് വന്നു. അതുവരെ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും ഇടപെടാത്ത ആൾ. അവരൊരിക്കലും ഇന്ത്യയെക്കുറിച്ച് എഴുതിയിട്ടില്ല, അവർ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഇന്ത്യയെക്കുറിച്ച് റിപ്പോർട്ടുകൾ ഫയൽ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരാൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വന്നതാണ് നമ്മൾ കണ്ട കാഴ്ച. ആ ആളാണ് പ്രധാനമന്ത്രിയോട് ഈ ചോദ്യം ചോദിച്ചത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇങ്ങനെ ഒരാൾ അവിടെ നിയോഗിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. സാമാന്യ ബുദ്ധി മതി അത് മനസ്സിലാക്കാൻ. ഇനി ആ പെൺകുട്ടി ആ ചോദ്യം ചോദിക്കുമ്പോൾ, ഹെല്ലേ ലിങ് എന്ന് പറയുന്ന ഈ മാധ്യമപ്രവർത്തക ആ ചോദ്യം ചോദിക്കുമ്പോൾ അവർ അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ എത്ര പേരത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ആ ചോദ്യത്തിൽ അവർ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള മാധ്യമരംഗം പ്രവർത്തിക്കുന്ന ഈ രാജ്യത്ത് നിന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കില്ലേ എന്നാണ് അവർ ചോദിച്ചത്. ദ ഫ്രീയസ്റ്റ് പ്രസ് ഇൻ ദ വേൾഡ് എന്നാണ് അവരുപയോഗിച്ചത്. ഈ ഫ്രീഡം, അതായത് നോർവേയിലാണ് ഏറ്റവും കൂടുതൽ മാധ്യമ സ്വാതന്ത്ര്യം എന്നാണ് ഹെല്ലേ ലിങ് എന്ന് പറയുന്ന ആളുടെ ചോദ്യത്തിൽ തന്നെ ആ അവകാശവാദമുള്ളത്. ശരിക്കും ഈ അവകാശവാദം ശരിയാണോ എന്ന് മാത്രമാണ് ഞാൻ പരിശോധിച്ചത്. ആരാണ് ഈ അവകാശവാദം പറയുന്നത്? അവരുടെ പിന്നിൽ ആരാണ്? നമുക്കതൊന്ന് നോക്കാം. ഹെല്ലേ ലിങ് ഈ പറയുന്ന അവകാശവാദത്തിന് ആധാരമായി അവർ എടുത്തിരിക്കുന്നത് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ആനുവൽ റിപ്പോർട്ടാണ്. ഈ ആനുവൽ റിപ്പോർട്ട് ലോകത്തെമ്പാടും മാധ്യമപ്രവർത്തകർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവർ ഗവേഷണം നടത്തുന്നു, പഠിക്കുന്നു എന്നാണ് സങ്കല്പം. ഈ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന സംഘടന 1995 മുതൽ ഫ്രാൻസിലെ പാരീസിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഈ സംഘടന ഇങ്ങനെ ആനുവൽ റിപ്പോർട്ട് ഉണ്ടാക്കുന്നു, ഓരോ രാജ്യങ്ങളെ ഗ്രേഡ് ചെയ്യുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിനെക്കുറിച്ച് ഇതിനു മുമ്പും വലിയ തോതിൽ വിമർശനം വന്നിട്ടുണ്ട്. ആ വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആശയപരമായ ആദർശപരമായ ഒരു ബയസ്, ഒരു മുൻവിധി ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ. അത് ഭാരതമല്ല, ഭാരതം ഉൾപ്പെടെ പല രാജ്യങ്ങളും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി രണ്ടാമത്തേത്, ഇവരുടെ ഈ മെത്തേഡ്, ഇവരെങ്ങനെയാണ് രാജ്യങ്ങളെ റാങ്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച മെത്തേഡ് ശാസ്ത്രീയമല്ല എന്ന് പല രാജ്യങ്ങളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, പരാതിപ്പെട്ടിട്ടുണ്ട്. ഇനി മൂന്നാമത്തേത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ അവരുടെ ഒരു ബോധ്യത്തിൻ്റെയും അവരുടെ ഒരു രീതിയുടെയും അടിസ്ഥാനത്തിലാണ് ഇവർ ബാക്കി രാജ്യങ്ങളെ മുഴുവൻ വിലയിരുത്തുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണവും ഉണ്ട്. ഇത് 3 ആരോപണങ്ങൾക്കപ്പുറം ഇന്നലെ ആ ചോദ്യം ചോദിച്ചതിൽ തന്നെ ഇവരുടെ ഒരു വംശീയമായ അല്ലെങ്കിൽ ഒരു മേൽക്കോയ്മ മനോഭാവം വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അവരെക്കുറിച്ച്, ഹെല്ലേ ലിങ്ങിനെക്കുറിച്ച് ഇപ്പോൾ വലിയ അപദാനങ്ങളൊക്കെ പാടുന്നുണ്ട്. അവർ ട്രംപിനെ ഇൻ്റർവ്യൂ ചെയ്തു, അവർ വോക്കൗട്ട് നടത്തി പ്രതിഷേധിച്ച്, സിബി ജോർജിൻ്റെ പ്രസ് ബ്രീഫിങ്ങിൽ നിന്ന് വോക്കൗട്ട്. ഇതൊക്കെ ചുമ്മാതാണ്. അവർ ട്രംപിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല, അവർ വോക്കൗട്ടും നടത്തിയിട്ടില്ല. അവർ വെളിയിൽ പോയി വെള്ളം കുടിച്ച് വെച്ച് തിരിച്ച് വീണ്ടും അവിടെ വന്ന് മര്യാദയ്ക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചുമ്മാതെ പറഞ്ഞ് ഇവരെ ഒരു ഹീറോയിൻ ആക്കാനുള്ള ഒരു വലിയ ശ്രമം എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞു വന്നത്, ഇവരാധാരമാക്കിയ ഈ റിപ്പോർട്ട് ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാ വർഷവും സമർപ്പിക്കുന്ന റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിനെ കുറിച്ചാണ്. ഇവരുടെ ഈ റിപ്പോർട്ടിംഗ് രീതിയെക്കുറിച്ച് വലിയ പരാതികൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രൈവറ്റ് ഓർഗനൈസേഷനാണ്, ടോട്ടലി പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. 95 മുതൽ ഇവർ മാത്രം ഇങ്ങനെ റിപ്പോർട്ടുകൾ നൽകുന്നതുകൊണ്ട് ഇതിനൊരു ആധികാരികതയും അല്ലെങ്കിൽ സ്വീകാര്യതയും ലോകമെമ്പാടും വന്നിട്ടുണ്ട്. കാരണം ആശയപരമായി ഇവരുടെ ചില നിലപാടുകൾ പല ആൾക്കാർക്കും ഇഷ്ടമായതുകൊണ്ട്, ചില രാജ്യങ്ങൾക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട്, അതുകൊണ്ട് മാത്രം സ്വീകാര്യത. നമുക്കറിയാമല്ലോ, ഈ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്, അതിൽ പാകിസ്ഥാനെ ഇന്ത്യയെക്കാട്ടി മുകളിൽ വെക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ, അതുപോലെയുള്ള ഒരു റിപ്പോർട്ട് മാത്രമാണ് ഇത്. അതുകൊണ്ടാണ് ഇതിനെ പുച്ഛിച്ച് തള്ളേണ്ട റിപ്പോർട്ട്, ഇതേതോ NGO ഉണ്ടാക്കിയ റിപ്പോർട്ടെന്നൊക്കെ ശ്രീ സിബി ജോർജ് പറഞ്ഞതിന് കാരണം. ഇനി
റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് ആരാണ് ധനസഹായം നൽകുന്നത്? ആരുടെ സ്പോൺസർഷിപ്പിലാണ് ഈ സംഘടന നിൽക്കുന്നത്? അത് വളരെ കൃത്യമായിട്ട് അവരവകാശപ്പെടുന്നത് പബ്ലിക് ഡൊണേഷനുണ്ട്, മറ്റാൾക്കാർ പൈസ കൊടുക്കുന്നുണ്ട്, ചില ചാരിറ്റി ഓർഗനൈസേഷൻസ് പൈസ കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നിലനിൽക്കുന്നതെന്നാണ് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പറയുന്നത്. അതിർത്തിയില്ലാത്ത റിപ്പോർട്ടേഴ്സ് എന്നാണ്, അതിർത്തിയില്ലാത്ത മാധ്യമപ്രവർത്തനം, ഇതൊക്കെയാണ് അവരുടെ പേരുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സത്യം അതല്ല. ഇവർക്ക് യഥാർത്ഥത്തിൽ ധനസഹായം നൽകുന്ന 2 സംഘടനകളെക്കുറിച്ച് ഞാൻ പറയാം. കാരണം കൂടുതൽ സമയമെടുക്കണ്ട എന്ന് വിചാരിച്ചു മാത്രം. ഒന്ന് ഫോർഡ് ഫൗണ്ടേഷനാണ്. ഫോർഡ് ഫൗണ്ടേഷൻ ആരാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്തഃഛിദ്രം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ സംഘടന ഉണ്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോർഡ് ഫൗണ്ടേഷനാണ്. അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരു ടൂളാണ് ഫോർഡ് ഫൗണ്ടേഷൻ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ വലിയ തോതിൽ ഇന്നും പല രാഷ്ട്രീയ നേതാക്കന്മാരെയും സ്വാധീനിക്കുന്ന ഒരു സംവിധാനം ഫോർഡ് ഫൗണ്ടേഷൻ ഉണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. 2015 മുതൽ ഇത് സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ സെക്യൂരിറ്റി വാച്ചിലാണ്. 2002 നടന്ന ഗുജറാത്തിലെ കലാപവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ടീസ്റ്റ സ്റ്റെൽവാദ്, അവരുടെ ഒരു ഓർഗനൈസേഷനുണ്ട്. അതിൻ്റെ പേര് സബ്രങ് ട്രസ്റ്റ് എന്നാണ്. ഈ സബ്രങ് ട്രസ്റ്റിന് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് അവരെ നിലനിർത്തി അവരെ കൊണ്ട് ഈ തൊരപ്പൻ പണി മുഴുവൻ ചെയ്യിച്ചത് ഈ ഫോർഡ് ഫൗണ്ടേഷനാണ്. ഫോർഡ് ഫൗണ്ടേഷനെക്കുറിച്ച് നിരവധി ആരോപണങ്ങളുണ്ട്. ഏറ്റവും അടുത്ത കാലത്തും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷേ ഫോർഡ് ഫൗണ്ടേഷനാണ് ഈ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിൻ്റെ ഒരു ഫണ്ടർ. ഇനി രണ്ടാമത്തെ ഫണ്ടർ ഒന്നുകൂടി രസമാണ്. അവിടെയാണ് LTTEയുടെ കാര്യം വരുന്നത്. ഞാൻ അതിലേക്ക് വരാം. രണ്ടാമത്തെ ഫൗണ്ടർ എന്ന് പറയുന്നത് സിഗ്രിഡ് റൗസിംഗ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഈ ഓർഗനൈസേഷനും കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇവരെ സംബന്ധിച്ച് നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 വളരെ പ്രധാനപ്പെട്ട വിവാദങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സംഘടനയെക്കുറിച്ച് ഏതാണ്ട് ഒരു രൂപം കിട്ടും. ആദ്യത്തേത്, ഇവരുടെ ഈ ട്രസ്റ്റ് പണം കൊടുക്കുന്ന പല സംഘടനകളും പ്രോ ഹമാസ് സംഘടനകളാണ്. അതെങ്ങനെ പുറത്തു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒക്ടോബർ 7 ഇസ്രയേലിൽ ഹമാസ് ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആഘോഷങ്ങൾ സംഘടിപ്പിച്ച, ലോകമെമ്പാടും ആഘോഷങ്ങൾ സംഘടിപ്പിച്ച സംഘടനകൾക്ക് ഈ സിഗ്രിഡ് റൗസിംഗ് ട്രസ്റ്റിൻ്റെ പണം ലഭിക്കുന്നതാണ്. അത് ഇവർ തന്നെ അവസാനം അത് അംഗീകരിക്കുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇവർ പല ഇതുപോലെയുള്ള വിഘടനവാദി പ്രസ്ഥാനങ്ങൾക്കും പണം കൊടുക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് ഈ സിഗ്രിഡ് റൗസിംഗ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ ശ്രീലങ്കയിൽ ഇൻ്റർനാഷണൽ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഇവർ നടത്തുന്നുണ്ട്. ഇവരുടെ ഓണർഷിപ്പിൽ നടത്തുന്നുണ്ട്. ആ പ്രോജക്റ്റിനെതിരെ ശ്രീലങ്കൻ സർക്കാരും ശ്രീലങ്കയിലെ സംഘടനകളും മാധ്യമപ്രവർത്തകരും രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഈ ട്രസ്റ്റിലൂടെ ഇവർ LTTEയെ പുനരുജ്ജീവിപ്പിക്കാൻ ഇവർ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ആരോപണം. അത് വളരെ കൃത്യമായ ആരോപണമാണ്. ഇത് സംബന്ധിച്ച് വലിയ കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ ആരോപണം പൊങ്ങി വന്നത് 2020 ഇതുപോലെ ഒരു പ്രോജക്റ്റ് ശ്രീലങ്കയിൽ ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ തമിഴ് വിഘടനവാദത്തെ വീണ്ടും ജീവൻ വെപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള ആരോപണമാണ് ഈ സിഗ്രിഡ് റൗസിംഗ് ട്രസ്റ്റിനെ കുറിച്ച് വന്നത്. അങ്ങനെ സിഗ്രിഡ് റൗസിംഗ് ട്രസ്റ്റും ഫോർഡ് ഫൗണ്ടേഷനുമാണ് ഈ പറയുന്ന റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിൻ്റെ ഫണ്ടേഴ്സ്. ഇനി അതുകൂടാതെ അമേരിക്കൻ എക്സ്പ്രസ്സിനും ഇവരുമായിട്ട് ബന്ധമുണ്ട്. അമേരിക്കൻ എക്സ്പ്രസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മറ്റേ ക്രെഡിറ്റ് കാർഡും ഒക്കെ കൊടുക്കുന്ന സംഘടനയാണ്. അമേരിക്കൻ എക്സ്പ്രസ്സിനെ സംബന്ധിച്ച് നിരവധി വിവാദങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതും നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അമേരിക്കൻ എക്സ്പ്രസ്സിനോടൊപ്പം മറ്റൊരു ഓർഗനൈസേഷനും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാഗ്നം ഫോട്ടോസ് എന്ന് പറയുന്നതാണ്. മാഗ്നം ഫോട്ടോസ് അറിയപ്പെടുന്ന ഒരു വേൾഡ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു കോർപ്പറേഷനാണ്. ആ സംഘടനയും പല വിവാദങ്ങളിലും പെട്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ സഹിതം ഉള്ള കോൺട്രവേഴ്സി, ആ ചിത്രങ്ങൾ സൂക്ഷിച്ചതിനുള്ള അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പോലും പെട്ട ഓർഗനൈസേഷനാണ് ഈ പറയുന്ന മാഗ്നം ഫോട്ടോസ്. ഞാൻ ഇതെല്ലാം റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന സംഘടന
ഭാരതത്തെ 180 രാജ്യങ്ങളിൽ 157-ാമതായിട്ട് ലെവൽ കാണിക്കുമ്പോൾ, അതായത് അത്രയ്ക്ക് പ്രസ് ഫ്രീഡം ഇന്ത്യയിൽ ഇല്ല എന്ന് കാണിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ താറടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവന്മാരുടെ പിന്നിൽ ആരൊക്കെയാണ് എന്ന് നമ്മൾ അന്വേഷിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ്. ഇനി ഒരു വിഷയം കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇനി ഈ വിഷയം നടന്നത്, ഈ ബഹളം നടന്നത് എവിടെയാണ്? നോർവേയിലാണ് നടന്നത്. നോർവേ പ്രസ് ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. ആ അവകാശത്തിൽ തന്നെ ഒരു വംശീയ സുപ്പീരിയോറിറ്റിയുടെ ഒരു ഫീലുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ നോർവേയിൽ കഴിഞ്ഞ 2020 മുതൽ ഇങ്ങോട്ട് ഇസ്ലാമിസ്റ്റുകൾക്കെതിരെയും കുടിയേറ്റക്കാർക്കെതിരെയും വൻതോതിൽ പ്രക്ഷോഭവും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ മാധ്യമങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും ആരും റിപ്പോർട്ട് ചെയ്യുന്നുമില്ല. ഈ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും പരിഗണിക്കുന്നുമില്ല. അത് വേറൊരു കാര്യം. പക്ഷേ അതല്ല ഞാൻ പറയാൻ വന്നത്. നോർവേ എന്ന രാജ്യത്തിൻ്റെ ചില അജണ്ടകളെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2009 അവസാനിച്ച ശ്രീലങ്കയിലെ വംശീയ യുദ്ധം. അതായത് LTTE ഒരു വശത്തും ശ്രീലങ്കൻ സർക്കാർ മറുവശത്തും സിംഹള തമിഴ് വംശീയ യുദ്ധമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. LTTEയുടെ നേതാവ് പ്രഭാകരൻ്റെ മരണത്തോടുകൂടി ആ യുദ്ധം അവസാനിക്കുകയും ചെയ്തു. പക്ഷേ ആ യുദ്ധത്തിന് മുമ്പ് ഞങ്ങളാണ് ഇതിൻ്റെ മീഡിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇടനിലക്കാർ, സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള സന്ദേശവാഹകർ എന്ന നിലയിൽ നോർവേയാണ് ഒരു രാജ്യമെന്ന നിലയിൽ മുന്നോട്ട് വന്നത്. നോർവേ യഥാർത്ഥത്തിൽ ശ്രീലങ്ക സർക്കാരിനും LTTEക്കും ഇടയിൽ നിന്നുകൊണ്ട് അവരുടെ അജണ്ട നടപ്പാക്കാനാണ് ശ്രമിച്ചത്. ശരിക്കും നോർവേ സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ യുദ്ധം ഇത്രയും രക്തപങ്കിലമല്ലാതെ, ഇത്രയും സാധാരണക്കാരുടെ ജീവൻ എടുക്കാതെ അവസാനിച്ചേനെ. അത് വലിയൊരു വേറൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എന്നേ ഉള്ളൂ. ആ നോർവേ തന്നെയാണ് ഇപ്പോഴും ഈ പറയുന്ന നമ്മളുടെ പ്രദേശത്ത് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം പറഞ്ഞു. LTTE വീണ്ടും റിവൈവ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് ശ്രീലങ്കയിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദവും പറഞ്ഞു. അപ്പോൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം എത്തിച്ചേരുന്നത് ഒരിടത്താണ്. അതായത് ഭാരതത്തെ ഈ ഒരു കൊട്ടേഷൻ ആക്രമണത്തിലൂടെ ഭാരതത്തിൻ്റെ പേര് ആഗോളതലത്തിൽ ഒന്ന് ടാർണിഷ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നത്. ഈ ചോദ്യം ചോദിച്ചവർക്കോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കോ ആ ചോദ്യത്തിന് ആധാരമാക്കി ആ യുവ മാധ്യമപ്രവർത്തക പറഞ്ഞ കാര്യങ്ങൾക്കോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കോ യാതൊരു വിശ്വാസ്യതയും ഇല്ല എന്ന് മാത്രമല്ല, ഇവരൊക്കെ ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരു ടൂൾ കിറ്റ് അജണ്ടയുടെ ഭാഗമാണ് എന്ന് സംശയമില്ലാതെ നമ്മൾക്ക് പറയാൻ സാധിക്കും. നമസ്കാരം.